നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ തിരിതെളിഞ്ഞു. മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കുന്നതാകട്ടെ കലാമേളയുടെ സന്ദേശമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കലയാണ് കലാകാരന്റെ മതമെന്നും മുഖ്യമന്ത്രി. കലോത്സവം മതനിരപേക്ഷതയുടെയും വൈവിധ്യങ്ങളുടെയും മഹത്തായ കലയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവം ഐക്യത്തിന്റെ പ്രതീകമെന്നും രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് കലോത്സവ വേദിയിൽ മറുപടി പറയാനില്ലെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇന്ത്യ നിലനിൽക്കുന്ന കാലത്തോളം ഗാന്ധിജിയെ സംസ്കരിക്കാൻ BJP ഗവൺമെന്റിന് കഴിയില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. തൊഴിലുറപ്പ് പദ്ധതി തർക്കാനുള്ള നീക്കത്തിനെതിരെ രാജ്യത്തെ ഗ്രാമാന്തരങ്ങളിൽ പ്രതിഷേധം അലയടിക്കുമെന്നും C ചന്ദ്രൻ. പാലക്കാട് എലപ്പുള്ളിയിൽ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം. അഭിഭാഷകരുടെ ജോലി സുരക്ഷയും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർധനയും ആവശ്യപ്പെട്ട് ലോയേഴ്സ് കോൺഗ്രസ്. പാലക്കാട് ജില്ലാ കോടതിയിൽ അഭിഭാഷകരുടെ വായ്മൂടിക്കെട്ടി സമരം. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായി വക്കീലന്മാർക്ക് തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് നേതാക്കൾ. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കാത്ത കാര്യം നഗരസഭ ഗൗരവത്തോടെ കാണുമെന്ന് ചെയർപേഴ്സൺ P നിർമ്മല. 16-ന് RTO പങ്കെടുക്കുന്ന യോഗം ചേരും. ടൗൺ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ഓട്ടോറിക്ഷ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നവും ചർച്ച ചെയ്യും. കുന്നംകുളം മക്കിക്കാവിൽ വൻ തീപിടുത്തം. 6-അംഗ കുടുംബം താമസിക്കുന്ന ഓടിട്ട വീട് കത്തി നശിച്ചു. കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. കുടുംബാംഗങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാണിയംകുളം പനയൂരിൽ മാസങ്ങൾക്ക് മുൻപ് തകർന്ന പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാൻ ഇനിയും നടപടിയായില്ല. പരസ്പരം പഴിചാരി അധികാരികൾ ഒഴിഞ്ഞു മാറുകയാണെന്ന് ആക്ഷേപം. വെള്ളം പാതയിലൂടെ പരന്നൊഴുകി വഴുക്കൽ രൂപപ്പെട്ടത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായും പരാതി. വാർത്തകൾ വിശദമായി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കുന്നതാകട്ടെ ഈ കലാമേളയുടെ സന്ദേശമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കലയാണ് കലാകാരന്മാരുടെ മതമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഗമാണിത്. എക്കാലവും നമുക്ക് അതുയർത്തിപ്പിടിക്കാൻ കഴിയണം. മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ സ്കൂൾ കലാമേളയുടെ സന്ദേശം അതായിരിക്കട്ടെ. കലാമേളകളിൽ പങ്കെടുക്കുക എന്നതാണ് പ്രധാനം. സമ്മാനം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ആവാം. പങ്കെടുക്കാൻ കഴിയുന്നു എന്നതിലാണ് സന്തോഷിക്കേണ്ടത്. അതിൻ്റെ ഭംഗിയെ മത്സരബുദ്ധി കെടുത്താതെ നോക്കണം. കലോത്സവം മതനിരപേക്ഷതയുടെയും വൈവിധ്യങ്ങളുടെയും മഹത്തായ ആഘോഷമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കലോത്സവങ്ങൾ മത്സരങ്ങളല്ല, സാംസ്കാരിക വിനിമയ വേദികളാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കലോത്സവം ഐക്യത്തിന്റെ പ്രതീകമാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് കലോത്സവ വേദിയിൽ മറുപടി നൽകുന്നില്ലെന്നും ഇത് കുട്ടികളുടെ ഉത്സവമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. മന്ത്രി K രാജൻ സ്വാഗതം പറഞ്ഞു. സർവമായ സിനിമയിലെ നായിക റിയ ഷിബു മുഖ്യാതിഥിയായിരുന്നു. രാവിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലോത്സവ നഗരിയിൽ പതാക ഉയർത്തി. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി പാണ്ടിമേളം നടന്നു. 250 ഇനങ്ങളിലായി 15,000-ഓളം കൗമാര പ്രതിഭകളാണ് 25 വേദികളിലായി അരങ്ങിലെത്തുക. തേക്കിൻകാട് മൈതാനിയിലെ സൂര്യകാന്തി എന്ന പ്രധാന വേദിയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. 5 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ സമാപന സമ്മേളനം 18-ന് വൈകിട്ട് നടക്കും. നടൻ മോഹൻലാൽ മുഖ്യാതിഥിയാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം കാലം ഗാന്ധിജിയെ സംസ്കരിക്കാൻ BJP ഗവൺമെന്റിന് കഴിയില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC പാലക്കാട് എലപ്പുള്ളിയിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ആത്മാവുമായി ഇഴുകിച്ചേർന്നതാണ് ഗാന്ധിജി എന്ന വികാരം. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് വെട്ടിമാറ്റുകയും പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്താൽ മാഞ്ഞുപോകുന്നതല്ല ഗാന്ധിജിയുടെ നാമമെന്നും C ചന്ദ്രൻ പറഞ്ഞു. പദ്ധതിയെ തകർക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനെതിരായ പ്രതിഷേധം ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ അലയടിക്കുമെന്നും C ചന്ദ്രൻ വ്യക്തമാക്കി. ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനപരമായി ജീവിക്കുന്ന ഫിലിപ്പൈൻസ് പോലുള്ള
ലോകത്തിലെ നിരവധി സമ്പന്ന രാഷ്ട്രങ്ങളുണ്ട്. ആ സമ്പന്ന രാഷ്ട്രങ്ങളിൽ പോലും പാവപ്പെട്ട ആളുകളുമുണ്ട്. ആ പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കുവാൻ, അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുവാൻ ലോകത്തിലെ ഒരു ഗവൺമെന്റ് നടപ്പിലാക്കാത്ത ഒരു പദ്ധതിയാണ് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം 2005 UPA ഗവൺമെന്റ് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നത്. മലമ്പുഴ നിയോജക മണ്ഡലം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി പ്രസിഡന്റ് എം ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. റീജിയണൽ പ്രസിഡന്റ് PK ജ്യോതി, പ്രസാദ്, സുനിൽകുമാർ, ജാഫർ അലി, പഞ്ചായത്ത് അംഗങ്ങളായ KV പുണ്യകുമാരി, S ബാബു, M സുമതി, R മഞ്ജു എന്നിവർ പ്രസംഗിച്ചു. S ബലരാമൻ സ്വാഗതവും ശ്രീധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് മാത്തൂരിലും കോട്ടയിലും ഭരണം കീറാമുട്ടിയാകും. ഭരണമുന്നണിക്ക് തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനമെടുക്കാൻ കഴിയില്ല. പ്രതിപക്ഷക്കാരെ കൂടി വിശ്വാസത്തിലെടുത്താണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയൂ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷക്കാർ ആധിപത്യം നേടിയതോടെ മാത്തൂരിലും കോട്ടായിലും ഭരണം കീറാമുട്ടിയാകും. CPM ഭരിക്കുന്ന കോട്ടായി പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ്, വികസനകാര്യം, ക്ഷേമകാര്യം എന്നിവ പ്രതിപക്ഷക്കാരായ കോൺഗ്രസിനാണ് ലഭിച്ചത്. ഭരണകക്ഷിക്ക് തന്നിഷ്ടപ്രകാരമുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. പ്രതിപക്ഷക്കാരെ വിശ്വാസത്തിലെടുത്തു മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാനാകൂ. കോൺഗ്രസ് ഭരിക്കുന്ന മാത്തൂർ പഞ്ചായത്തിലും സ്ഥിതി ഭിന്നമല്ല. മാത്തൂരിൽ വികസനകാര്യവും ക്ഷേമകാര്യവും പ്രതിപക്ഷക്കാരായ CPMനാണ് ലഭിച്ചത്. 2 പഞ്ചായത്തുകളിലും വികസന പ്രവർത്തനങ്ങൾ തീരുമാനമെടുക്കണമെങ്കിൽ ഏറെ പ്രയാസപ്പെടേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുന്നംകുളം അക്കിക്കാവിൽ വീടിന് തീപിടിച്ചു. രാത്രി 10 മണിയോടെയായിരുന്നു അക്കിക്കാവ് പന്തിത്തറം ബൈപ്പാസിൽ ഓടിട്ട് വീടിന് തീപിടിച്ചത്. 6 അംഗ കുടുംബം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഹരിദാസൻ, രാജേഷ് എന്നീ സഹോദരങ്ങളുടെ വീടാണ് കത്തി നശിച്ചത്. തീ പടരുമ്പോൾ വീട്ടിൽ ഹരിദാസനും രാജേഷും ഹരിദാസന്റെ ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളും മാതാവുമുണ്ടായിരുന്നു. വീടിന്റെ മുൻവശത്തെ മുറിയിൽ നിന്ന് തീ ഉയരുകയായിരുന്നു എന്ന് കുടുംബം പറയുന്നു. ഇതോടെ വൈദ്യുത ബന്ധം നിലച്ചു. നിമിഷനേരം കൊണ്ട് തീ ആളിപ്പടർന്നു. 6 അംഗ കുടുംബം വീടിന് പുറത്തേക്കിറങ്ങി രക്ഷപ്പെട്ടു. കുന്നംകുളത്ത് നിന്ന് 2 യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തി 1 മണിക്കൂറിലധികം പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. +2 ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് ഹരിദാസന്റെ മക്കൾ. ഇവരുടെ സ്കൂൾ യൂണിഫോം, പുസ്തകങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ അടക്കം വീട്ടിലെ മുഴുവൻ സാധനങ്ങളും അഗ്നിക്കിരയായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അഭിഭാഷകരുടെ ജോലി സുരക്ഷയും ക്ഷേമനിധി ആനുകൂല്യ വർധനവും ആവശ്യപ്പെട്ട് ലോയേഴ്സ് കോൺഗ്രസിന്റെ വായ മൂടിക്കെട്ടി സമരം. പാലക്കാട് ജില്ലാ കോടതിയിൽ നടന്ന സമരം ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന നേതാവ് S രമേശ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി അഭിഭാഷകർക്ക് തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. നിയമസഭയിലെ വക്കീലന്മാരായ ജനപ്രതിനിധികളോടുൾപ്പെടെ പരാതി പറഞ്ഞെങ്കിലും സുരക്ഷാ നിയമമുണ്ടായില്ല. സർക്കാരിന് ഒരു ബാധ്യതയും വരാത്ത ക്ഷേമനിധി ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും നിരാകരിക്കപ്പെടുകയാണെന്ന് ലോയേഴ്സ് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പലവിധത്തിൽ സർക്കാരിന് വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന വക്കീലന്മാരുടെ ക്ഷേമനിധി വകമാറ്റുകയാണ് സർക്കാർ ചെയ്തത്. നീതി തേടിയെത്തുന്നവരോടുള്ള നീതികേടാണ് കോർട്ട് ഫീസുകളിലെ വൻ വർധന. സർക്കാരിന്റെ നിരുത്തരവാദ സമീപനത്തിനേറ്റ തിരിച്ചടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന നേതാവ് S രമേശ് ആരോപിച്ചു. ഈ ക്ഷേമനിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമായി 30 ലക്ഷമായി മാറ്റുക എന്നത്. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റിനും യാതൊരുവിധ ചെലവുമില്ല. നമ്മളുടെ നിയമസഭയിൽ പലരും അഭിഭാഷക സുഹൃത്തുക്കളാണ്, എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും. പക്ഷേ ഗവൺമെന്റ് അഭിഭാഷകർക്ക് നേരെയുണ്ടാകുന്ന കയ്യേറ്റ ശ്രമങ്ങളെ തടയുന്നതിനായി അഭിഭാഷക പ്രൊട്ടക്ഷൻ നിയമം കൊണ്ടുവരാമെന്ന് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പറയുകയല്ലാതെ അതിനുവേണ്ടി ഒരു ചൂണ്ടുവിരൽ പോലും നിയമമന്ത്രി എടുക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ജില്ലാ പ്രസിഡന്റ് B രവികുമാർ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോർജ്, അഡ്വക്കേറ്റ് ന്യൂഷ, അഡ്വക്കേറ്റ് ഗിരീഷ് നൊച്ചുള്ളി, അഡ്വക്കേറ്റ് ഷൺമുഖാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാത്ത വിഷയം നഗരസഭ ഗൗരവത്തോടെ കാണുന്നുവെന്നും വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഈ മാസം 16-ന് RTO പങ്കെടുക്കുന്ന യോഗം ചേരുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല പറഞ്ഞു.
ടൗൺ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ഓട്ടോ തൊഴിലാളികളുടെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചർച്ച ചെയ്യുമെന്നും ചെയർപേഴ്സൺ STBയോട് പറഞ്ഞു. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറാത്ത വിഷയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഈ വിഷയം നഗരസഭ ഗൗരവത്തോടെയാണ് കാണുന്നത്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനായി ഈ മാസം 16 ഉച്ചയ്ക്ക് 2 മണിക്ക് ഒറ്റപ്പാലം RTOയുടെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല STBയോട് പറഞ്ഞു. 16 തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് RTOന്റെ യോഗം വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ബസ് സ്റ്റാൻഡിലുള്ള കുറച്ച് ഓട്ടോ തൊഴിലാളികളുടെ പെർമിറ്റിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും കൂടാതെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികളുടെ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതും പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ് കയറുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള അതും കൂടി ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഈ RTOന്റെ യോഗം വിളിച്ചിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിൽ ബസ് കയറുന്ന പ്രശ്നം ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. RTOന്റെ മീറ്റിംഗ് കൂടി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ തരുന്നതാണ്. കൂടാതെ ഷൊർണൂരിലെ ബസ് സ്റ്റാൻഡ് ഭാഗത്തെ ഓട്ടോ തൊഴിലാളികളുടെയും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓട്ടോ തൊഴിലാളികളുടെയും പാർക്കിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. വിവിധയിടങ്ങളിൽ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുമെന്നും ചെയർപേഴ്സൺ P. നിർമ്മല വ്യക്തമാക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പരയൂർ പറക്കാട്ടുപറമ്പിൽ കോളനിയിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്ന് മാസങ്ങളായി ശുദ്ധജലം പാഴാകുന്നു. നിരവധി തവണ അധികാരികളെ വിവരമറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. വാണിയംകുളം പഞ്ചായത്തിലെ പഴയ 18-ാം വാർഡിൽ ഉൾപ്പെട്ടതായിരുന്നു ഈ പ്രദേശം. ഇപ്പോൾ 20-ാം വാർഡിലാണ്. 10ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമായ ജലവിതരണ പൈപ്പ് ലൈനാണ് തകർന്നിരിക്കുന്നത്. 4 മാസത്തോളമായി ശുദ്ധജലം പാഴാകുന്ന അവസ്ഥയാണ്. മുൻ മെമ്പറെ അറിയിച്ചപ്പോൾ പഞ്ചായത്തിൻ്റെ അധീനതയിൽ വരുന്ന ശുദ്ധജല വിതരണ പൈപ്പ് അല്ലെന്നും പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റേതാണെന്നും അറിയിച്ചത്രേ. തുടർന്ന് ജൽജീവൻ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരും കൈമലർത്തി. പൈപ്പ് ലൈൻ പൊട്ടി ജലമൊഴുകുന്നത് നടവഴിയിലൂടെയാണ്. വെള്ളമൊഴുകി ഈ ഭാഗത്ത് വഴുക്കി വീഴുന്ന അവസ്ഥയുണ്ട്. വരൾച്ച വരാനിരിക്കെ നാട് ജലക്ഷാമത്തിലേക്ക് നീങ്ങുന്ന സന്ദർഭത്തിൽ ശുദ്ധജലം പാഴാകുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. എത്രയും വേഗം പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പ്രദേശവാസികൾ അധികാരികളോട് ആവശ്യപ്പെട്ടു. 2-3 മാസമായി ഇതിക്കൂടെ വെള്ളം പൊട്ടി പോകണു. ഞങ്ങൾക്ക് നടക്കാനും പറ്റുന്നില്ല. പിന്നെ കുട്ടികളൊക്കെ വലിച്ചു പോവുകയാണ്. അത് പഞ്ചായത്തിൽ വന്നപ്പോൾ അവർ ശരിയാക്കി തരുന്നില്ല. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുന്നംകുളം അഞ്ഞൂർ മുഖം മൂടിമുക്കിൽ ബൈക്ക് യാത്രികർ തമ്മിൽ സംഘർഷം. ചൊവ്വാഴ്ച വൈകിട്ട് 7:30-ഓടെയാണ് ബൈക്ക് യാത്രികർ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായത്. കാരണം വ്യക്തമല്ല. വടക്കേക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആശയമുള്ളവർക്ക് അവസരമൊരുക്കാൻ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ പാലക്കാട് കോർപ്പറേഷൻ സംരംഭകത്വ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിശീലന പരിപാടിയിൽ ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് ഓഫീസർ N. റഷീദ് ക്ലാസ് എടുത്തു. നൂതന ആശയങ്ങളും മാർക്കറ്റ് കീഴടക്കാമെന്ന ആത്മവിശ്വാസവുമുള്ളവർക്ക് ഒട്ടേറെ അവസരമുണ്ട്. അസംസ്കൃത വസ്തുക്കളെക്കുറിച്ചും ഉൽപ്പാദനം, വിപണനം എന്നിവയെക്കുറിച്ചും ധാരണയില്ലാത്തവരാണ് കടക്കണിയിൽ അകപ്പെടുന്നത്. ആശയമുള്ളവർക്ക് ദിശാബോധം നൽകാൻ വ്യവസായ കേന്ദ്രങ്ങൾ സന്നദ്ധമാണെന്ന് N. റഷീദ് പറഞ്ഞു. നിങ്ങളുടെ സംരംഭം വിജയിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാനമായിട്ട് ഇന്നത്തെ ലക്ഷ്യം അല്ലേ? അപ്പൊ അതിന് വേണ്ട എന്തെല്ലാം മുൻകരുതലുകളാണ് വേണ്ടത്? എങ്ങനെയാണ് എന്റെ സംരംഭകത്വം എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യത്തെ നമ്മുടെ ടോപ്പിക്കിന്റെ സംരംഭകത്വം എന്നുള്ളതാണ്. ആ സംരംഭകത്വം എന്നുള്ളത് എങ്ങനെയാണ് നിർവചിക്കപ്പെടേണ്ടത്? അല്ലെങ്കിൽ ഞാനൊരു സംരംഭം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കേൾക്കാത്തതുപോലെ തോന്നുന്നില്ലല്ലോ. എല്ലാവരും കേട്ടു അല്ലേ? ഒരു പുതിയ വാക്കൊന്നുമല്ല. ബിസിനസ് എന്നുള്ളത് നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ജോലി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ തന്നെ ഈ സംരംഭകത്വം എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. നഗരസഭാ കൗൺസിലർ K. പ്രേമ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SB രാജു, KSBC-DC അസിസ്റ്റന്റ് ജനറൽ മാനേജർ V. ലത, പ്രൊജക്ട് അസിസ്റ്റന്റ് RK രമ്യ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് C. അനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം ESM ക്യാൻറ്റീൻ ആഭിമുഖ്യത്തിൽ സായുധ സേന വെറ്ററൻസ് ഡേ ആഘോഷിച്ചു. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ PK
പത്മജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഈ വർഷം മാർച്ച് 31 മുൻപ് നമ്മുടെ കാന്റീനിൽ ഇപ്പോൾ നടന്നു വരുന്ന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് സൂപ്പർ സീനിയർ സിറ്റിസൺസ് വയസ്സുകൊണ്ട് മാത്രമല്ല മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ടുകൂടെ മുകളിലേക്ക് കയറി ലിക്കർ കോട്ട വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടും കൂടെ കണക്കിലെടുത്ത് താഴത്ത് നമ്മുടെ ഗ്രോസറി ഉള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ സൂപ്പർ സീനിയർ സിറ്റിസണായി എക്സ്ക്ലൂസീവ്ലി ഒരു കൗണ്ടർ. ദിയ സൂരജിന്റെ ദേശഭക്തി ഗാനത്തോടെയാണ് ചടങ്ങിന് തുടക്കമായത്. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ PK പത്മജൻ അധ്യക്ഷത വഹിച്ചു. സുബേദാർ മേജർ ഹരിഹരൻ സ്വാഗതം പറഞ്ഞു. കേണൽ രാമകൃഷ്ണൻ, കേണൽ ഗംഗാധരൻ, കേണൽ ഉണ്ണികൃഷ്ണൻ, കേണൽ സതീഷ് തോന്നൂർ, കേണൽ അശോക്, വിംഗ് കമാൻഡർ രാമൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. മുതിർന്ന വിമുക്ത ഭടനും മന്ത്രി MP രാജേഷിന്റെ പിതാവുമായ ബാലകൃഷ്ണൻ നായർ, PK അശോക് കുമാർ, PN നാഥൻ, ഓണററി ക്യാപ്റ്റൻ ഗംഗാധരൻ, വേലുക്കുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ദേശീയ ഗാനാലാപനത്തോടെ ചടങ്ങുകൾക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി മേഖലയിലെ തൊഴിൽ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും ഈ രംഗത്തെ അനധികൃത കടന്നുകയറ്റം തടയുന്നതിനും അടിയന്തരമായി സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിക്ക് കൈമാറി. വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് മണി തിരുതുരുത്തി, തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ലാൻസ്മാൻ, PV മുരളി, സുജിത്, ഡെന്നി പറളിക്കാട് എന്നിവർ ചേർന്നാണ് MLAക്ക് നിവേദനം നൽകിയത്. ഇനി മാറ്റുലി. സംസ്ഥാനത്തെ ജയിലുകളിലെ തടവുകാരുടെ വേതനം കുത്തിനെ കൂട്ടിയത് സമൂഹത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. തുറന്ന ജയിലുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഓണത്തിന് ഇൻസെൻറ്റീവും പ്രഖ്യാപിച്ചിരുന്നു. തടവുകാരോട് സർക്കാർ ഇത്രയേറെ കരുതൽ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? മാറ്റുലി കാണാം. തടവുകാർക്കുള്ള വേതനം കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ഈ സർക്കാർ. കാരണം അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ജയിലിലുള്ളത്. സാധാരണക്കാർ പഠിച്ച് പാസ്സായി ഒരു ജോലിയിലൊക്കെ പ്രവേശിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്നത് 7,000 10,000 ഒക്കെയാണ്. തടവുകാർക്ക് നമ്മുടെ സർക്കാരിന് കൊടുക്കാൻ പോകുന്നത് 15,000-ന് മുകളിൽ രൂപയാണ്. അതൊക്കെ വലിയ പ്രോത്സാഹനമാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് സർക്കാർ നൽകുന്നത്. ഇത് തികച്ചും പ്രതിഷേധാർഹമാണ്. മാറ്റൊലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ തിരിതെളിഞ്ഞു. മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കുന്നതാകട്ടെ കലാമേളയുടെ സന്ദേശമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കലയാണ് കലാകാരന്റെ മതമെന്നും മുഖ്യമന്ത്രി. കലോത്സവം മതനിരപേക്ഷതയുടെയും വൈവിധ്യങ്ങളുടെയും മഹത്തായ കലയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവം ഐക്യത്തിന്റെ പ്രതീകമെന്നും രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് കലോത്സവ വേദിയിൽ മറുപടി പറയാനില്ലെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇന്ത്യ നിലനിൽക്കുന്ന കാലത്തോളം ഗാന്ധിജിയെ സംസ്കരിക്കാൻ BJP ഗവൺമെന്റിന് കഴിയില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ. തൊഴിലുറപ്പ് പദ്ധതി തർക്കാനുള്ള നീക്കത്തിനെതിരെ രാജ്യത്തെ ഗ്രാമാന്തരങ്ങളിൽ പ്രതിഷേധം അലയടിക്കുമെന്നും C ചന്ദ്രൻ. പാലക്കാട് എലപ്പുള്ളിയിൽ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC നേതൃത്വത്തിൽ പ്രതിഷേധ സംഘം. അഭിഭാഷകരുടെ ജോലി സുരക്ഷയും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർധനയും ആവശ്യപ്പെട്ട് ലോയേഴ്സ് കോൺഗ്രസ്. പാലക്കാട് ജില്ലാ കോടതിയിൽ അഭിഭാഷകരുടെ വായ്മൂടിക്കെട്ടി സമരം. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായി വക്കീലന്മാർക്ക് തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യമെന്ന് നേതാക്കൾ. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കാത്ത കാര്യം നഗരസഭ ഗൗരവത്തോടെ കാണുമെന്ന് ചെയർപേഴ്സൺ P നിർമ്മല. 16-ന് RTO പങ്കെടുക്കുന്ന യോഗം ചേരും. ടൗൺ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ഓട്ടോറിക്ഷ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നവും ചർച്ച ചെയ്യും. കുന്നംകുളം മക്കിക്കാവിൽ വൻ തീപിടുത്തം. 6-അംഗ കുടുംബം താമസിക്കുന്ന ഓടിട്ട വീട് കത്തി നശിച്ചു. കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പ്രാഥമിക നിഗമനം. കുടുംബാംഗങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാണിയംകുളം പനയൂരിൽ മാസങ്ങൾക്ക് മുൻപ് തകർന്ന പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാൻ ഇനിയും നടപടിയായില്ല. പരസ്പരം പഴിചാരി അധികാരികൾ ഒഴിഞ്ഞു മാറുകയാണെന്ന് ആക്ഷേപം. വെള്ളം പാതയിലൂടെ പരന്നൊഴുകി വഴുക്കൽ രൂപപ്പെട്ടത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായും പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.